ഹായ്, എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു. അപ്പം നമുക്കിങ്ങ് ഇവിടെ ഒരു കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ, വിഷുക്കഞ്ഞി. നമ്മുടെ പാലക്കാട് സൈഡൊക്കെ ഉണ്ടാക്കുന്നത് പുളിയവരക്ക വെച്ചിട്ട്, പുളിയവരക്ക ഇടും, അത് മാത്രം ഇട്ട് വയ്ക്കും, ചിലവർ ചെറുപരിപ്പ് ഇട്ട് വയ്ക്കും. എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. പക്ഷെ അതൊന്ന് പച്ചമണം മാറാൻ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മുടെ മറ്റേ റെഡ് റൈസ് ഇല്ലേ, അതിൻ്റെ പച്ചരി കിട്ടും, അതിലാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുക. നോക്കൂട്ടോ, ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും ചെയ്യും, നന്നായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഈ വിഷുവിനൊന്ന് ചെയ്ത് നോക്കൂ. പിന്നെ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ കേട്ടോ എല്ലാവരും. ഓക്കെ, ഒന്നും കൂടെ ഹാപ്പി വിഷു, അഡ്വാൻസ് ഹാപ്പി വിഷു. നമുക്ക് വിഷുക്കഞ്ഞിക്ക് വേണ്ടത് പച്ചരി കേട്ടോ, മറ്റേ മട്ടയരിയുടെ പച്ചരി, പുളിയവരയ്ക്ക, പിന്നെ ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാലിൽ ഇത് വേവിക്കണം. നമ്മൾ അരിയും പിന്നെ പുളിയവരയ്ക്കയും കൂടെ വേവിച്ചെടുക്കണം കേട്ടോ. മൂന്നാമത്തെ പാലിൽ വേവിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം. നോക്കാം കേട്ടോ. നമ്മൾ അരിയും പാലും കൂടെ വേവിക്കുക കേട്ടോ. വേവിച്ചെടുക്കണം അങ്ങനെ. കുക്കറിൽ വേവിച്ചെടുത്താലും മതി. എന്നിട്ട് നല്ലോണം രണ്ടാമത്തെ പാല് ഒഴിച്ചിട്ട് നന്നായി പിന്നെയും വേവിക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള മച്ചക്കൊട്ടയും ഇത് എന്താ പറയുക, പുളിയവരയ്ക്കാന്ന് പറയും കേട്ടോ. കുറച്ച് നമുക്ക് ആ മേലെ ഇതാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുക. ഇതെല്ലാം കൂടെ ഇനി നല്ലോണം വേവിക്കുക. വേവിച്ചിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം കേട്ടോ. നന്നായി വേവിച്ച് നല്ല നമുക്ക് പാകത്തിന് വേണ്ടതിൽ ഉപ്പ് ഇട്ടിട്ട് ഇതാക്കി എടുക്കാം കേട്ടോ. ഇങ്ങോട്ട് നോക്കാം. ഇങ്ങനെ നന്നായി വേവിച്ച് വറ്റിച്ച് നമുക്ക് എത്ര കഞ്ഞിയുടെ ആവശ്യം ഓരോരുത്തർക്കും ഓരോന്നല്ലേ. ഇങ്ങനെ അളവാകുമ്പോൾ നമ്മളിത് ഈ ഒന്നാം പാൽ ഒഴിക്കുക കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചിട്ട് അങ്ങനെ അടച്ച് വയ്ക്കുക. ഉപ്പിടണം കേട്ടോ, ഉപ്പ് ഇടണം. എല്ലാം കൂടെ വേവിച്ച് എളുപ്പ പണിയാണ്. എല്ലാവരും ഒന്ന് വിഷുവിന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. അങ്ങനെ ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് മാങ്ങ പുളിശ്ശേരിയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ. പപ്പടം, മാങ്ങ പുളിശ്ശേരി അങ്ങനെ. ഓക്കെ, താങ്ക് യു.